ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കുന്ന നേരത്തിന് അരി ഒഴിഞ്ഞു ആട്ടിക്കൂടെ നിനക്ക്? കുതിരത് എങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ട് മതി മതി, നീ അപ്പുറത്ത് നിന്ന് കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്ത് വെക്ക്. ആ പാവത്തിന് ഞാനും കൂട്ടിക്കൊണ്ട് വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം, ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ, ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര് നിന്റെ ചേച്ചിയുടെ നായരാ? അല്ലെന്നേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞുഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലെങ്ങനെ കളയ? പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. ഇത് കഴിച്ചിട്ട് തല കുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ്. വേഗം ആവട്ടെ. ചേട്ടാ, ഹാജര് അന്വേഷിക്കുന്നു. രാധക്കുട്ടിനെ എങ്ങോട്ടോ ജോലിക്ക് അയക്കാൻ വേണ്ടി വാസു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് ജോലി? എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് പറയാറുണ്ട് അവൾക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഓളായതുകൊണ്ടല്ലേ ഓന്റെ ഈ തോന്നിയാസൊക്കെ സഹിക്കണത്. ഞാൻ എന്ത് ചെയ്യുമ്മ? കേറി കിടക്കാൻ സ്വന്തമെന്ന് പറയാവുന്ന വേറൊരു സ്ഥലമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നാട്ടിലാരുമില്ലേ? അമ്മയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു താമസം. കുടിച്ചു കുടിച്ചെല്ലാം നശിപ്പിച്ച ആളാ അച്ഛൻ. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മോൾ ഒരിക്കലും ഒരു കുടിയന്റെ ഭാര്യ ആവരുതെന്ന്. സ്വന്തക്കാരെന്ന് പറയാൻ ചിലരുണ്ട്. അവർക്കെല്ലാം രാധയെ വേണം വീട്ടു ജോലിക്കായിട്ട്. അത് മാത്രമല്ല, അവർക്കെല്ലാം വേറെ വേറെ ഉദ്ദേശങ്ങളാ. ഈ കരയല്ലേ മോളെ, എല്ലാം കാണുന്ന പഠിച്ചോൻ അനക്ക് തോന്നുണ്ടാവും. മാധവൻകുട്ടിയെ, ഒരു യത്തീമിനോട് കാണിക്കുന്ന കരുണയെങ്കിലും ഈ ആ കുട്ടീനോട് കാണിച്ചു. തൽക്കാലം രാധ എങ്ങും പറഞ്ഞു വിടണ്ട. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, വെറുതെ അല്ലേടെ നിനക്കൊക്കെ കുരങ്ങുന്ന പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലുവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്കെ ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട് എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ.
അയാളുടെ വെക്കിനാണ് ഞാൻ അങ്ങോട്ട് പോണ്ടെന്ന്. ഇനി അത് മതി അയാൾക്ക് ചേച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കാൻ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴ ഇങ്ങനെ വിദ്യ കണ്ടു. ഐ, ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? അങ്ങനെ പോവാ. അയ്യോ അയ്യോ, എനിക്ക് പറയാ, ഞാനും എന്നെ കൊണ്ട് പറഞ്ഞല്ലേ. അയ്യോ അയ്യോ അയ്യോ, പോവാ പോവാ പോവാ, തിരിഞ്ഞു വെക്കോളൂ. ഗുരുവാശാനെ, 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 അന്ന് കാണാതായ കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് പോ. അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ അതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കടയുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻകുട്ടി വിളിച്ചാവാൻ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. ആ വാസു, കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആന ഭേദോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയാ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? ഏ പിന്നെ നോം നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി. ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞീഷിന് ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുകയാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ ഇത് ഏത് രാഘവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. തനിക്ക് പാട്ട് വെച്ചിരുന്ന് നടത്താനുള്ള സ്ഥലം അറിയാം. ചേട്ടാ, അത് താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടണ്ട. നീ ആ മാധവൻകുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യമൊക്കെ പിന്നെ.